ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ സൂര്യ ഹരിതയ്ക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കുകയാണ് കേട്ടോ. ഹരിതയ്ക്ക് മാത്രമല്ല, ഈ പറയുന്ന തൻ്റെ അമ്മക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ എന്ത് ചെയ്യുന്നു, തൻ്റെ കുടുംബം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് സൂര്യ ഈ പറയുന്ന നന്ദിനി, അതുപോലെ യതീന്ദ്രൻ, രാജു, ഇവരെല്ലാവരും സൂര്യയും കൂടി ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒന്ന് എടുക്കുക, ഇതാണ് എൻ്റെ കുടുംബം, ഇവരാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കാണുന്ന ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം പിടിക്കട്ടെ. പിന്നീട് ഇവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ഇവർക്ക് അത്രയും ദേഷ്യത്തോടു കൂടി അവർ അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണം, ഇവർക്ക് പിടിക്കില്ല, എൻ്റെ കുടുംബം ഇതാണ് എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എൻ്റെ കയ്യിൽ തരണേ എന്നൊക്കെ പറയുന്നു കേട്ടോ. അത് കാണുന്ന ഹരിതയ്ക്ക് ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പത്മ യതീന്ദ്രൻ്റെ അരികിലോട്ട് വരികയാണ്. എന്നിട്ട് യതീന്ദ്രനോട് പറയുകയാണ്, ഇപ്പം കണ്ടില്ലേ, അപ്പോഴേക്കും ഉദയനാണെങ്കിലോ, വന്ദനെ നീ വന്നേ, നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഈ സമയം പത്മ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ പത്മയോട് പറയാണ് ഉദയൻ, വിട്ടേക്ക്, നമ്മുടെ മകനല്ലേ, അതുകൊണ്ട് വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പത്മയുടെ അരികിൽ നിന്ന് പോകുന്നത്. ഇതേസമയം യതീന്ദ്രനോട് പറയണേ, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ മോളുടെ വിവാഹ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നത്. ആ സമയം നിങ്ങളുടെ മകനെ കാട്ടിക്കൂട്ടിയത് എന്താ? ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? നിങ്ങളത് കേട്ടില്ലെന്ന് നടിക്കുകയാണോ? നിങ്ങൾ എന്താണ് ഈ കണ്ടിരിക്കുന്നത്? നിങ്ങൾ മിണ്ടാതെ നിന്ന് അവൻ കൂടുതൽ അത് ആവർത്തിച്ചും കൊണ്ടിരിക്കല്ലേ? നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്താൽ വിവാഹ നിശ്ചയത്തിൻ്റെ അന്നും അവനിങ്ങനെ കുടിച്ചു വന്ന് ഇങ്ങനെ ഓരോ അലങ്കോല പണികൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ ഇതിനൊരു മറുപടി പറയണം എന്നൊക്കെ ഇങ്ങനെ യതീന്ദ്രൻ പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, യതീന്ദ്രനോട് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നിങ്ങനെ പത്മയോട് പറയാൻ കേട്ടോ. ആ സമയം നിങ്ങൾ നമ്മളുടെ മോളുടെ മുഖത്ത് നോക്ക്. അപ്പോൾ വേദക്കാണെങ്കിലോ ഈ വിവാഹത്തിന് അങ്ങനെ തൻ്റെ ഏട്ടനെ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഉളമാക്കി എന്ന് കരുതി വേദയ്ക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പത്മ പറയാണ്, വേദയുടെ മുഖത്തൊന്ന് നോക്ക്, അവളുടെ വിഷമമൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ, അവൾ എത്രത്തോളം വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ ഒരു വാക്കങ്ങ് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് വേദ. അപ്പോൾ കരയുന്ന മുഖഭാഗമാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ സമയം കണ്ടില്ലേ നമ്മുടെ മോളുടെ വിഷമം, അവൾക്ക് എത്ര ആശിച്ചാണ് അവൾ അവൻ്റെ കൂടെ ഫോട്ടോഷൂട്ടിന് നിന്നത്, അതാണ് നിങ്ങളുടെ മകൻ കൊളാക്കിയത്. ഇത് കണ്ടില്ലെന്ന് നിങ്ങൾ ഇനി നടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ഈ സമയം ഇത് കേട്ടോടെ തന്നെ, എന്താ നിനക്ക് വേണ്ടത്? അവന് നിശ്ചയത്തിൻ്റെ അന്ന് കുടിക്കില്ല, ഇനി കുടിക്കത്തൂല, അത്ര നിനക്ക് വാക്ക് തന്നാൽ പോരെ എന്ന് പറയുമ്പോൾ, വാക്കായിരിക്കണം, എന്നും വാക്ക് തന്നിട്ട് നിങ്ങളുടെ മകനെ ഇങ്ങനെയൊക്കെ തന്നെ കാട്ടിക്കൂട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലോ നന്ദിനി കുടിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന സൂര്യയെ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ വിഷമം സഹിക്കുന്നില്ല. ഈശ്വര, ഞാൻ ഇത്രയും ദിവസം കുടിക്കാതെ കൊണ്ട് നടന്ന സൂര്യ സാർ ഇപ്പോൾ കുടിച്ചപ്പോൾ തനിക്ക് വേദന കൊണ്ട് പുളയുകയാണ് കേട്ടോ തൻ്റെ മനസ്സ്. അങ്ങനെ നന്ദിനി ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതോടു കൂടിയാണ്. തനിക്കാണെങ്കിലോ വിളിച്ച് രണ്ട് പറയണമെന്നുണ്ട്, പക്ഷേ താൻ മിണ്ടിക്കഴിഞ്ഞ് സൂര്യ സാർ ഇത് ആവർത്തിക്കും, അതുകൊണ്ട് തന്നെ താൻ മിണ്ടാതിരിക്കുകയാണ് ഇതിന് ഏറ്റവും നല്ലത്, മൗനവ്രതം. അത് തന്നെയാണ് നന്ദിനി ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് താൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം തൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുകയാണ്. അതായത് തൻ്റെ ആ ഫോണിൽ താൻ ഒരു വോയിസ് ആക്കി എടുക്കുകയാണ് കേട്ടോ, ഒരു റെക്കോർഡർ എടുക്കുകയാണ്. എന്നിട്ട് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കില്ല. ഇതേ സമയം വളരെ വിഷമത്തോടു കൂടി നന്ദിനി സൂര്യയും നോക്കി ഇങ്ങനെ ആ ഒരു ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയം ആ ടേബിളിൽ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ ഇങ്ങനെ പതിയെ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ഈശ്വര, ഇതിപ്പോൾ നേരം വെളുത്തോ, ഞാൻ എത്ര നേരമായി കിടന്നുറങ്ങുന്നത് അറിഞ്ഞില്ലല്ലോ, ഇന്നെന്തെങ്ങനെ തലതിരിഞ്ഞ് കിടന്നുറങ്ങിയത്, ഷൂസും കാലിൽ നിന്ന് അഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, നന്ദിനി നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അവിടെ തന്നെ എന്തെങ്ങനെ ഇരിക്കുന്നത്, എന്താ നന്ദിനി നീ മിണ്ടാത്ത, നീ എന്നോട് വ്രതത്തിലാണ് അല്ലേ, എന്താ നന്ദിനി നീ അവിടെ തന്നെ ഇരിക്കുന്നത്, എത്ര സമയമാണാവോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈലെടുത്ത് നോക്കുകയാണ്. അപ്പോൾ താൻ കാണുന്ന കാഴ്ച രാത്രി ഒരു 7-7:30 ആയിട്ടുള്ളൂ. അയ്യോ, ഇപ്പോൾ രാത്രി ആയിട്ടില്ല, അപ്പോൾ ഞാൻ എപ്പോഴാണ് വന്ന് കിടന്നത്? ആരോടെ ചോദിക്കുന്നത്? ചോദിച്ചതിന് മറുപടി പറയേണ്ട നന്ദിനി നീ എന്താ മിണ്ടാത്തത്? എന്താടോ താനിങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇങ്ങനെയൊന്നും മൗനവ്രതം വേണ്ട കേട്ടോ. അതെന്തിനാ, ഞാനൊരു തെറ്റ് ചെയ്തത് ശരി തന്നെയാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ താനെന്നോട് പറയടോ എന്ന് പറയുമ്പോൾ നന്ദിനി തൻ്റെ മൊബൈലെടുത്ത് താൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വോയിസ് അങ്ങ് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ സൂര്യ അത് കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി പറയുന്നത് ഇതായിരിക്കും, സൂര്യ സാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? സൂര്യ സാറിനെ ഞാൻ ഇത്രയും കാലം മദ്യപിക്കാതെ കൊണ്ടു നടത്തിയത് എന്തിനു വേണ്ടിയാണ്? സൂര്യ സാറിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ? സൂര്യ സാർ എല്ലാവർക്കും മുന്നേ നല്ല നിലയും വിലയും ഉള്ളവനാക്കി മാറ്റിയതല്ലേ? സൂര്യ സാറിൻ്റെ അമ്മ മദ്യപിക്കുന്നതിൻ്റെ പേര് മറ്റുള്ളവരെല്ലാം എല്ലാത്തിനും കുറ്റപ്പെടുത്തുമ്പോൾ സൂര്യ സാറിനെ ഞാൻ നല്ലൊരു സ്ഥാനത്തോട്ട് എത്തിക്കാൻ നോക്കിയപ്പോൾ സൂര്യ സാർ മദ്യപിച്ച് ഇന്ന് എല്ലാവർക്കും മുന്നിൽ ഒരു കോമാളിയെ പോലെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ് സൂര്യ സാർ തോന്നിയത്. എൻ്റെ മനസ്സിൽ വേദനിക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. ഞാൻ എൻ്റെ സൂര്യ സാറിനെ കാണുന്നത്
എൻ്റെ ആ ഇരിക്കുന്ന താനൂരമ്മയില്ലേ, എൻ്റെ ദൈവതുല്യനായി കാണുന്ന എൻ്റെ സൂര്യ സാറ് എന്ന് എന്നോട് കാണിച്ചത് ഒരിക്കലും അരുതാത്ത ഒരു പ്രവൃത്തിയാണ്. വീട്ടിലിരിക്കേണ്ട, അതായത് എൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന ദൈവം എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ സൂര്യ സാർ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് സൂര്യ സാർ ചെയ്തത്? അതിന് എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയെ പോലെ, ഒരു കുരങ്ങനെ പോലെ നിന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വിഷമം തോന്നുകയാണ് ചെയ്തത്. ഈ വീട്ടിലിപ്പോൾ സ്വാമിയില്ല, അതായത് ദൈവമില്ല, ഈ വീട്ടിലെ ദൈവം പടിയിറങ്ങുന്നത് തുല്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ സ്ലൈറ്റ് എടുത്ത് സോറി എന്ന് സൂര്യ എഴുതുകയാണ് കേട്ടോ. ആ സമയം നന്ദിനിയാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. നന്ദിനി വേഗം അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഉടൻ തന്നെ ഇനിയാണ് കളി തുടങ്ങുന്നത് കേട്ടോ. നന്ദിനി അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി നീ പോവില്ല, നീ പിണങ്ങല്ലടോ എന്നിങ്ങനെ പറഞ്ഞ് നന്ദിനി സ്റ്റെയറിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ ഒരു കാർ കാണാം. നന്ദിനിയുടെ കാൽച്ചുവട്ടിൽ അങ്ങ് വന്ന് നിൽക്കുന്നു കേട്ടോ. ഇതോടുകൂടി നന്ദിനി ആകെ സ്റ്റെക്കാവാണ്. ഇതോടുകൂടി നന്ദിനിക്ക് കോണിയിൽ നിന്നും വീഴാൻ പോകുമ്പോഴേക്കും അരക്കെട്ടിലന്ന് വന്ന് സൂര്യ പിടിക്കുകയാണ്. ഇതോടുകൂടി അവിടെ ഓടിയെത്തുകയാണ് രഞ്ജിത്ത്. അപ്പോഴേക്കും നന്ദിനിയാണെങ്കിൽ ഈ കാറ് കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ സൂര്യയാണെങ്കിൽ ഈ കാറിങ്ങനെ തിരിച്ചു മറിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ സമയം രഞ്ജിത്ത് അവിടെ എത്തിയിട്ട് പറയുന്നത്, സൂര്യ അതെൻ്റെ കാറാണ്. എന്ത് നിൻ്റെ കാറോ? അതെ ഇതെൻ്റെ കാറാണ്. ഇതൊരു ടോയ് അല്ലേ, ഇത് കാറല്ലല്ലോ, ഇത് നിൻ്റെ കാർ എന്ന് പറയാനുള്ളത്. ഇതൊരു ടോയ് തന്നെയാണ് സൂര്യ, അത് എങ്ങ് തന്നേക്ക്. ഈ ടോയോ? എനിക്കൊരു നേരം പോക്ക്, എൻ്റെ മനസ്സിന് ടെൻഷനും വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഈ ടോയാണ് ഉപയോഗിക്കാറ്. ഇതിങ്ങനെ റിമോട്ട് വെച്ച് ഇങ്ങനെ ഓടിച്ച് കളിക്കും, അതൊരു രസമാണ്. നീ എന്താ കിള്ളക്കുട്ടിയാണോ? നിൻ്റെ കുട്ടിപ്രായം എപ്പോഴും വിട്ടില്ലേ എന്ന് സൂര്യ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഈ പറയുന്ന പത്മ. അപ്പോൾ പത്മ വന്നിട്ട് പറയണം, അതെ എന്താ രഞ്ജിത്ത്, നിനക്കിത്ര ബോധവും ബുദ്ധിയില്ലേ? ഈ 4 കാലിൽ നടക്കുന്ന, യാതൊരു വെളിവുമില്ലാത്ത, കുടിച്ച് മദ്യപിച്ച് നടക്കുന്ന ആളുകളോടൊക്കെ നീ സംസാരിക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? അത് കേട്ട ഉടൻ തന്നെ ശരിക്കും സൂര്യക്ക് സങ്കടമാവുകയാണ്. അപ്പോഴേക്കും നന്ദിനി തല താഴ്ത്തുകയാണ്. ഇതേ സമയം സൂര്യ പറയണം, ഓ ശരിയാണ്, ഞാൻ 4 കാലിലോ 2 കാലിലോ കുടിച്ച് ലക്ക് കെട്ടനോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, കുടിച്ച് മദ്യപിച്ച് കൊടുക്കുന്നവനാണെങ്കിലും എല്ലാ ബുദ്ധിയും ബോധവും എനിക്കുണ്ട്. പക്ഷേ കുടിച്ചവനാണോ അതോ ഈ കുഞ്ഞിലെയുള്ള ടോയ് കാറും വെച്ച് റിമോട്ട് ഓടിച്ച് കളിക്കുന്നവനാണോ യഥാർത്ഥത്തിൽ നല്ലത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും രഞ്ജിത്തിൻ്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് രഞ്ജിത്തിൻ്റെ മുഖംമൂടി ഇനി അഴിഞ്ഞു വീഴുന്നത്. അതായത് ഇനി ഒരു എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ രഞ്ജിത്ത് ആരാണെന്നുള്ളത് നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രഞ്ജിത്ത് പ്ലീസ് സൂര്യ എനിക്ക് കാറ് തരൂ എന്ന് പറയുമ്പോൾ ആ കാറങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആ കാറുമായി രഞ്ജിത്ത് പോകുമ്പോൾ സൂര്യക്ക് അത്ര സുഖം തോന്നില്ല. നന്ദിനി കണ്ടില്ലേ, അവൻ്റെ ചുറ്റിക്കളി ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴും നന്ദിനി ഒന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം കാണിക്കുന്നത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഹരിതയുടെ അമ്മ വന്ദനയാണ്. വന്ദനയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഹരിത അടുത്ത് ചെന്നിരിക്കുന്നു. എന്താ പ്രശ്നം? എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷനാവുന്നത്? എനിക്ക് പേടിയാവുന്നു. നാളെ വിവാഹ നിശ്ചയത്തിൻ്റെ തലേന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഉദയം കയറി വരുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഗംഗയാണ് കാണിക്കുന്നത്. ഗംഗ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ ഗംഗയോട് തൻ്റെ ഏട്ടൻ ചോദിക്കുകയാണ്, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? നീ എന്താ ഗംഗ ഇത്ര കൂളായിരിക്കുന്നത്? നാളത്തെ രാത്രി അവരുടെ വിവാഹ നിശ്ചയ തലേന്നാണ്. അപ്പോൾ നീ ഇങ്ങനെ മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ വിവാഹം നടക്കും, നിശ്ചയം നടക്കും, ഒക്കെ നടക്കും. അപ്പം നീ ഇതിന് പ്രതികരിക്കാൻ പോകുന്നില്ലേ? അത് കേൾക്കുന്ന ഗംഗ അങ്ങ് ചിരിക്കുന്നു കേട്ടോ. ഈ ചിരി കാണുന്നതിനോടുകൂടി എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? അല്ല ഏട്ടന് എന്താ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? അല്ല നീ ഇവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്താണ് കരുതേണ്ടത്? നീ ഈ പത്മയുടെ കുടുംബത്തിന് ഒരു തിരിച്ചടിയും കൊടുക്കുന്നില്ല. നിൻ്റെ ഭർത്താവിനെ നിനക്ക് പുറത്തിറക്കണം എന്നുള്ള ചിന്താഗതിയൊന്നും ഇല്ലേ? അത് കേട്ടോടെ തന്നെ ആര് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കുന്നില്ല എന്ന്? അത് എൻ്റെ ഏട്ടൻ്റെ തോന്നൽ മാത്രം. എൻ്റെ ഭർത്താവിനെ ഞാൻ പുറത്തിറക്കുകയും പുറത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. വിവാഹ നിശ്ചയം നടന്നോട്ടെ ഏട്ടാ. അവിടെ നടക്കാൻ പോകുന്നത് വിവാഹ നിശ്ചയമാവില്ല, മരണവീട് പോലെ കരയുന്ന ആ ഒരു സീനായിരിക്കും എന്ന് പറയുമ്പോൾ എന്താ ഗംഗെ, അതിന് വേണ്ട പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ ആകുമ്പോൾ ഏട്ടനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗയുടെ ആ ഒരു പണിയും ഇനി വരും. അതോടുകൂടി ഈ രഞ്ജിത്തിൻ്റെ മുഖംമൂടിയും അഴിഞ്ഞു വീഴുകയാണ് കേട്ടോ.